ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കള് അവിടെ വഴിപെട്ടി കരങ്ങളടിച്ചുകൊണ്ട് ശ്രീയേശുനാമം അതിശയനാമം ഏഴലിക്കുമ്പനാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തുനാമം എല്ലാ നാമത്തിലും മേലായ എല്ലാ മുഴക്കാലും മടങ്ങിടും നീരുമും വല്ലഭത്വമുള്ളതാകും എല്ലാവരും എല്ലാ മുഴങ്കാലും മടങ്ങിടും നീരുമും വല്ലഭത്വമുള്ളതാകും ശ്രീയേശുനാമം അതിശയനാമം ഏഴയിരിക്കുമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയിരിക്കുമ്പനാമം. രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ വചനം അഭിഷേകമായി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ് വലിയ രോഗസൗഖ്യങ്ങൾ. അച്ഛന് ദർശനങ്ങൾ ലഭിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കണം. സന്തോഷത്തിൽ എഴുന്നേൽക്കുക. ഇന്ന് നിങ്ങൾ കാണുന്ന ഈജിപ്തുകാരെ നാളെ നീ കാണത്തില്ലെന്ന് മോസസിനോട് പറഞ്ഞില്ലേ? അതുപോലെ ഇന്ന് നീ അനുഭവിക്കുന്ന രോഗങ്ങളെ നാളെ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല, മരണം വരെ ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന അസ്ഥിവേദനക്കാരെയാണ് പ്രാർത്ഥിക്കുന്നത്. അസ്ഥിവേദനക്കാരെ പ്രാർത്ഥിക്കാൻ പോകുന്നു. അച്ഛൻ പ്രാർത്ഥിക്കുന്ന മുമ്പ് തന്നെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ആ ആ വേദന അനുഭവിക്കുന്നവരെ ആ സ്ഥലങ്ങളിൽ നിങ്ങളുടെ കൈകൾ വെച്ച് വിശ്വാസപ്രമാണം ചെല്ലാൻ തുടങ്ങിയേക്കണം. ഇപ്പോഴേ നടുവേദനക്കാരെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അപ്പം നടുവേദന അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ കൈകൾ വെക്കണം ഇപ്പോഴേ. പിന്നെ മൈഗ്രെയിൻ്റെ അസുഖമുള്ളവർ, മറാത്ത തലവേദനയില്ലേ, മറാത്ത തലവേദന ഉള്ളവർ ദയവായി തലവേദനയുള്ള സ്ഥലത്ത് നിൻ്റെ കൈ വെക്കണം. വെറുതെ വെച്ച് തലവേദന ഉണ്ടാക്കിയെടുക്കരുത്, പറയണ കൃത്യമായിരിക്കണം. മൈഗ്രെയിൻ എന്ന് വെച്ചാൽ മൈഗ്രെയിൻ സാധാരണ തലവേദനയല്ല. വിട്ടുമാറാത്ത തലവേദന ഉള്ളവർ മാത്രമേ തലേ കൈ വെക്കാവൂ. ആ തലവേദനയുള്ള സ്ഥലങ്ങളിൽ വെക്കണം. നടുവേദനക്കാർ നടുവേദന വെക്കണം, വേദനയുള്ള ഇടങ്ങളിൽ വെക്കണം. അമ്മ മാതാവിൻ്റെ ജീവനുള്ള മധ്യസ്ഥം നമുക്ക് ലഭിക്കുന്ന ഒരുപക്ഷെ ലോകത്തിലെ അപൂർവ സ്ഥലങ്ങളിലൊന്നിലാണ് ദൈവം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സമയത്തിൻ്റെ അധികാരിയാണെന്ന് ലോകത്തിനോട് പറഞ്ഞ പ്രാർത്ഥനയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. സഭ അത് ഏറ്റെടുത്ത് പഠിക്കണമെന്നാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് തീർച്ചയായിട്ടും സഭ പഠിക്കുക തന്നെ ചെയ്യും. അമ്മ അതിനുള്ള പ്രേരണ കൊടുത്തുകൊണ്ടാണ് ഈ വലിയ അത്ഭുതങ്ങളെല്ലാം നടത്തുന്നത്. ഉടമ്പടി പ്രാർത്ഥന അതിനെ ബേസ് ചെയ്ത് വരുന്ന പ്രാർത്ഥനയാണ് നമുക്കറിയാം. അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ സഭ ഏറ്റെടുക്കാൻ വേണ്ടി മനസ്സിൽ പ്രാർത്ഥിക്കണം. കാര്യം നമ്മളെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല, ലോകത്തെ മൊത്തം ബാധിക്കുന്നൊരു വിഷയം. ദൈവം മനസ്സ് തുറന്ന ഇടമാണ് കൃപാസനം അൾത്താര. അത് ഔദ്യോഗിക സഭ ഏറ്റെടുത്ത് പഠിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾക്ക് വലിയ സ്ഥിരീകരണം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സ് നിറവേറ്റാൻ ഈ ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ഉപകരണമാണ് തിരുസഭ. തിരുസഭയ്ക്ക് വേണ്ടി സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നടുവേദനക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ. മൈഗ്രെയിൻ വേദന ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ. അസ്ഥിവേദനകള്, അസ്ഥി കുഴകളുള്ള വേദനകള്, അസ്ഥി ദ്രവിപ്പുള്ളവര്, പല്ല് വേദനകള്, ഈശോ ഈശോ അസ്ഥിവേദനക്കാരെ സ്പർശിക്കണമേ. ശ്വാസകോശ രോഗികളെ സ്പർശിക്കണമേ. ഈശോ വാരിപ്പൻ അസുഖങ്ങളെ സ്പർശിക്കണമേ. അസ്ഥി കുഴകളെ സ്പർശിക്കണമേ. മാർഗരോഗങ്ങൾ, അസ്ഥിവേദനകൾ, അസ്ഥിരോഗങ്ങള് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്താവാണെന്ന് നീ അറിയുക, നീ അറിയുക.
അറിയുക മകനേ, ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്താവാണെന്ന്. നീ അറിയുക, നീ അറിയുക, നീ അറിയുക മകളെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ഹൃദയത്തിൻ്റെ വേദന, ഹൃദയത്തിൻ്റെ ദോരങ്ങൾ, നിങ്ങൾ കുറേ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? ഹൃദയ രോഗങ്ങൾ, ഹൃദയ ദോരമുള്ളവർ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിലെ കുറേ കിഡ്നി രോഗികളെ, ഗുരുതരമായ കിഡ്നി രോഗികളെ അമ്മ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജനുവരി ഫെബ്രുവരി മാസത്തിലെ കുറേ കരൾ രോഗികളെ, 90% കരൾ ഡാമേജായിപ്പോയ മഹാമഹോദര രോഗികളെ അമ്മ അത്ഭുതകരമായി സുഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് നീ നിൽക്കണത്. അതുകൊണ്ട് നിൻ്റെ പഴയ വിശ്വാസം ഒന്ന് കളയണം. എന്നിട്ട് അമ്മ ഇവിടെ വെച്ച് നിന്നെ ഇപ്പം സുഖപ്പെടുത്തും. ഇവിടെ നിന്ന് സുഖപ്പെട്ടേ പോകത്തുള്ള. കർത്താവ് ഈശോമിശിഹായി കരൾ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ കരൾ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കരരോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ ഹൃദയരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ കരരോഗങ്ങൾ, കരൾ രോഗങ്ങൾ, കരൾ മൂലം വേദന അനുഭവിക്കുന്ന രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, തൈറോയിഡ് രോഗങ്ങൾ, തൈറോയിഡ് രോഗങ്ങൾ യേശു നാമത്തിൽ, യേശു നാമത്തിൽ, യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈശോ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, മാരക രോഗങ്ങൾ സുഖപ്പെടുത്തലേ ഓർത്ത് നന്ദി പറയുന്നു. അത്ഭുതമായ വിടുതൽ, ആമേൻ. തലമുറകൾക്കെന്തും അവകാശം. കരങ്ങൾ ഉയർത്തി. അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്തും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാ യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധന വഴിയേ കെട്ടുകൾ പൊട്ടേ. ബന്ധന വഴിയേ കെട്ടുകൾ പൊട്ടേ. യേശുവിൻ്റെ തിരുരക്തം നമ്മിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നമ്മൾ സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശരീരം മുഴുവൻ ഇങ്ങനെ കുരു വെച്ച് പൊങ്ങി വരികയും പിന്നീട് കുരു താന്നു പോകും. പക്ഷേ ആണി പോലെ ശരീരത്തിൽ അത് കിടക്കും. എന്നിട്ട് പിന്നെയും കുറേ നാൾ കഴിയുമ്പോൾ അത് പഴുക്കും. ഇങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ്, കുരുക്കൾ ശരീരത്തിൽ പൊങ്ങി വരുന്ന വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. കരങ്ങൾ ഉയർത്തി. ബന്ധന വഴിയേ കെട്ടുകൾ പൊട്ടേ. യേശുവിൻ്റെ തിരുരക്തം നമ്മിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തം നമ്മിൽ നിറയട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം മക്കളില്ലാത്തവര്, പിന്നെ ഉദര രോഗികൾ, അൾസർ രോഗികൾ, പിസ്റ്റുല രോഗികൾ, PCOD അസുഖമുള്ളവർ, പീരീഡ്സ് കറക്റ്റ് അല്ലാത്തവർ, പീരീഡ്സിൻ്റെ കാലത്ത് ദിവസങ്ങളോളം നീണ്ടു നിന്നിട്ട് കടുത്ത വേദന അനുഭവിച്ചിട്ട് പിരിച്ചെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിക്കുന്ന രീതിയിൽ മനസ്സിടിഞ്ഞു പോകുന്ന മക്കളെ എല്ലാവരെയും സുഖപ്പെടുത്തുന്ന സമയമാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. യേശു സ്തോത്രം, യേശു സ്തോത്രം, യേശു സ്തോത്രം.
ഈശോ 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 ആമേൻ. സ്പർശിക്കുന്ന കർത്താവേ, മാരക രോഗങ്ങള്, തിരവേദികള് യേശു നാമത്തില് സൗഖ്യമാകണമേ. എൻ്റെ പേര് ചിഞ്ചു. ഞാൻ എറണാകുളം ജില്ലയിലെ പിറവം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. 5 വർഷമായി ഞാൻ അവിടെ പോയിട്ട്. 2019 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. മാതാവ് എനിക്ക് ഇതുവരെ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും, എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ എന്തായി നിൽക്കുന്നോ അത് കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിന് ഞാൻ മാതാവിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ സാക്ഷ്യം പറയാൻ ഞാൻ ലേറ്റ് ആയതിന് മാതാവിൻ്റെ അടുത്ത് ഞാൻ അതിൽ കൂടുതൽ ഞാൻ സോറി ചോദിക്കുന്നു. 2019 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാൻ OET ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. റൈറ്റിംഗ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ പോയി. അങ്ങനെ ആണ് OET ഇവിടെ വന്ന് ഉടമ്പടി ഇവിടെ വന്ന് എടുക്കുന്നത്. അങ്ങനെ രണ്ടാമത് അറ്റംപ്റ്റിന് വേണ്ടിയിട്ട്, സെക്കൻഡ് അറ്റംപ്റ്റ് OET പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഇത് മാതാവിൻ പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളി എന്നതിനപ്പുറം ഇവിടെ ഉടമ്പടി എന്നുള്ളൊരു കാര്യം അങ്ങനെയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാനും എൻ്റെ കൂടെയുള്ള വേറെ 2 ചേച്ചിമാരും കൂടെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഉടമ്പടി എന്നുള്ളൊരു കാര്യത്തെപ്പറ്റിയൊക്കെ അറിയുന്നതും. ഉടമ്പടി എടുത്താണ് ഞങ്ങൾ അന്ന് തിരിച്ചു പോയത്. തിരിച്ചു പോയി എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. എക്സാമിൻ്റെ സമയത്ത് എൻ്റെ എല്ലാ പേപ്പേഴ്സിലും റൈറ്റിങ്, ലിസണിങ്, റീഡിങ്, എൻ്റെ എല്ലാ ഷീറ്റ്സിലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചാണ് ഞാൻ എൻ്റെ എക്സാംസ് മുഴുവനും അറ്റംപ്റ്റ് ചെയ്തത്. എനിക്ക് ആ അറ്റംപ്റ്റിൽ എനിക്ക് സ്കോർ കിട്ടി, എനിക്ക് OET കിട്ടി. എൻ്റെ കൂടെ വന്ന് എഴുതിയ ബാക്കി പലർക്കും കിട്ടിയില്ല. ഞങ്ങൾ അന്ന് 5 പേർക്കാണ് സ്കോർ കിട്ടിയത്. സ്കോർ കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാനായിരുന്നു താല്പര്യം. അത് അങ്ങനെ ആ ഒരു ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു കൺട്രി എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചാണ് മാതാവിനോട് ചോദിച്ച്, മാതാവിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുമ്പോട്ടുള്ള എൻ്റെ പ്രോസസ്സിങ് എനിക്ക് നടത്തി തരാവുള്ളൂ എന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞാണ് ഞാൻ പ്രോസസ്സിങ്ങിന് ഇറങ്ങി തിരിച്ചത്. ഇവിടെ പലരും സാക്ഷ്യം പറഞ്ഞാണെങ്കിലും പലരുടെയും ജീവിതാനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രോസസ്സിങ്ങിന് ഇറങ്ങിയ സമയത്ത് തടസ്സങ്ങളായിരുന്നു, അങ്ങനായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. തടസ്സം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. 1 വർഷത്തിനുള്ളിൽ എനിക്ക് സ്കോർ കിട്ടി. 1 വർഷത്തിനുള്ളിൽ യാതൊരു തടസ്സവും കൂടാതെ എനിക്ക് ഓസ്ട്രേലിയയിൽ ചെല്ലാൻ പറ്റി. അത് എൻ്റെ കഴിവുകൊണ്ടോ ഒന്നുമല്ല, മാതാവിൻ്റെ അനുഗ്രഹം. മാതാവിനോട് ചോദിച്ച് ഞാൻ സെലക്ട് ചെയ്ത കൺട്രിയാണ്. മാതാവിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചാണ് ഈ A to Z കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ എവിടെ പോകുന്നതിന് മുമ്പും, ഈ പ്രോസസ്സിങ്ങിൻ്റെ എന്ത് കാര്യങ്ങൾക്ക് എവിടെ പോകുന്നതിന് മുമ്പും ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ 1 വർഷത്തിനുള്ളിൽ എനിക്ക് ഓസ്ട്രേലിയക്ക് പോകാൻ പറ്റി. 2020 ഞാൻ ഓസ്ട്രേലിയയിൽ പോയി. ഓസ്ട്രേലിയയിൽ പോയത് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോവിഡിൻ്റെ ടൈമിലാണ്, 2020 കോവിഡിൻ്റെ ടൈമിലാണ് ചെല്ലുന്നത്. 5th മാർച്ചിലാണ് ഞാൻ ഓസ്ട്രേലിയയിൽ ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് അന്ന് ആ മാർച്ച് 5th എനിക്ക് ഓസ്ട്രേലിയയിൽ അന്ന് കയറി പോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അടുത്ത 3 വർഷത്തേക്ക് എനിക്ക് ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റില്ലായിരുന്നു. കാരണം കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് കാരണം അവർ ഇൻ്റർനാഷണൽ ബോർഡേഴ്സൊക്കെ ക്ലോസ് ചെയ്തു 3 വർഷത്തേക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഈ പ്രോസസ്സിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു മോർ ദാൻ 10 lakhs നമ്മൾ പൈസ കൊടുത്തിട്ടേക്കാണ്. അപ്പോൾ എനിക്ക് കയറി പോകാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല എൻ്റെ ജീവിതം, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് എന്താകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാതാവിൻ്റെ അനുഗ്രഹവും കൊണ്ട് മാർച്ച് 5th അവിടെ ചെല്ലാൻ പറ്റി. ഞങ്ങൾ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഇൻ്റർനാഷണൽ ബോർഡേഴ്സ് ഫുൾ ക്ലോസ് ചെയ്തു. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു 3 മാസത്തെ കോഴ്സ് നമ്മൾ ചെയ്യണം അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ആ കോഴ്സും വലിയ ബുദ്ധിമുട്ടില്ലാതെ, പ്ലേസ്മെൻ്റ് ഒക്കെ ഇടയ്ക്ക് ക്യാൻസലായി പോയെങ്കിലും വലിയ തടസ്സങ്ങൾ കൂടാതെ ആ കോഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ജോലി കിട്ടുക എന്നുള്ളത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളെക്കാളും 2-3 മാസം മുന്നേ കോഴ്സ് കഴിഞ്ഞിരിക്കുന്നവരും അവിടെ ഒരു ഇൻ്റർവ്യൂവിന് പോലും ഇൻവിറ്റേഷൻ കിട്ടാതെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി പേടിച്ചു പോയി. എങ്കിലും പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നു. എന്നും കൊന്ത ചൊല്ലും, എന്നും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും, എല്ലാം ഓൺലൈനായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ കൂടും.
അങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഓഗസ്റ്റിൽ എൻ്റെ കോഴ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഓഗസ്റ്റിൽ കോഴ്സ് കഴിഞ്ഞ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി ഓസ്ട്രേലിയൻ നേഴ്സിംഗ് കൗൺസിലിൽ നിന്ന്. കിട്ടിക്കഴിഞ്ഞ് പുറകോട്ട് നോക്കുമ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ 2-3 മാസം മുന്നേ കോഴ്സ് കഴിഞ്ഞവരും അവിടെ ഇരിക്കുകയാണ് ജോലിക്കൊരു ഇൻ്റർവ്യൂവിന് ഇൻവിറ്റേഷൻ പോലും കിട്ടാതെ. അപ്പോൾ എല്ലാവരും എനിക്കന്നേരം വെറും 2 വർഷത്തെ എക്സ്പീരിയൻസുമായിട്ടാണ് ഞാൻ ഓസ്ട്രേലിയക്ക് പോകുന്നത്, അതും ബോംബെയിലുള്ളൊരു ഹോസ്പിറ്റലിൽ നിന്ന്. എൻ്റെ കൂടെയുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് പ്രൊഫൈലുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ദുബായിലും സൗദി അങ്ങനെ നല്ല നല്ല മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിലും +5 years എക്സ്പീരിയൻസ് ഉള്ളവർ, 5, 8 or 10 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവർക്ക് പോലും ഇൻ്റർവ്യൂവിന് ഒരു ഇൻവിറ്റേഷൻ കിട്ടുന്നില്ലായിരുന്നു. ആ സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ചിഞ്ചുവിന് സ്റ്റുഡൻറ്റ് വിസ നോക്കുന്നതായിരിക്കും നല്ലത്, ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ചിഞ്ചുവിന് ജോലി കിട്ടാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് നോക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. ഞാനത് നോക്കിയില്ല. ഞാൻ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് മന്ത് തന്നെ എനിക്ക് ഓഗസ്റ്റിൽ രജിസ്ട്രേഷൻ കിട്ടി. സെപ്റ്റംബറിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുകയും ചെയ്തു. അതും സിഡ്നിയിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ, നല്ലൊരു സെമി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടി. അതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്, എന്നാൽ പ്രൈവറ്റിൻ്റെ സാലറിയുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടി. അതിൻ്റെ അകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിലേക്ക് കയറുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ നടുമുറ്റത്തായിട്ട് മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണതിന് മുമ്പ് ചുമ്മാ ഗൂഗിളിൽ ഈ ഹോസ്പിറ്റലിൻ്റെ ഫോട്ടോസ് കാണാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ ആ രൂപം ആ നടുമുറ്റത്തിരിക്കണം കണ്ടപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് അങ്ങേയറ്റം ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ഈ ഹോസ്പിറ്റലിൽ തന്നെ ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. സെപ്റ്റംബറിൽ അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് അവരുടെ വിസ പ്രോസസ്സിങ് ഒത്തിരി സ്ലോ ആയിരുന്നു. ഓസ്ട്രേലിയയിലെ ഇമിഗ്രേഷൻ ലോസൊക്കെ വിസ കുറച്ച് മുമ്പോട്ടുള്ള അവരുടെ പേപ്പർ വർക്ക്സ് ഒക്കെ കുറച്ച് സ്ലോ ആണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ വർഷം തന്നെ ജോലിക്ക് കയറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു 2020. പക്ഷേ അത് നടന്നില്ല. അങ്ങനെ 2021 ജനുവരിയിലാണ് ഞാൻ ജോലിക്ക് കയറിയത്. ഇതിപ്പോൾ പറയുമ്പോൾ ഒരു ഷോർട്ട് പീരീഡായിട്ട് തോന്നുമെങ്കിലും നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ജോലിയില്ലാതെയാണ് നമ്മൾ നിൽക്കണേ. ഈ ഫുഡ് അക്കോമഡേഷൻ്റെ ഒക്കെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് യാതൊരു ഇൻകം ഇല്ല. അങ്ങനെ 2021 ജനുവരിയിൽ എനിക്ക് ജോലിക്ക് കയറാൻ സാധിച്ചു. അപ്പോൾ എനിക്കെപ്പോഴും മാതാവിൻ്റെ അടുത്തൊരു ചെറിയൊരു പരാതി പോലെ ഉണ്ടായിരുന്നു, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച് എനിക്ക് ജോലി കിട്ടി, മാതാവ് എന്നെ ഇവിടെ വരെ എത്തിച്ചു, എങ്കിലും എന്തുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ പറ്റിയില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ടായിരുന്നു. അതിനുള്ളൊരു ഉത്തരമായിട്ട് മാതാവ് എന്നെ കാണിച്ചു തന്നെ ഈ സിഡ്നിയിൽ, ഞാൻ പറഞ്ഞ പോലെ സിഡ്നിയിലൊരു പ്രോപ്പർ സിറ്റിയിലുള്ളൊരു ഹോസ്പിറ്റലിലാണ് എനിക്ക് ജോലി കിട്ടിയത്. എല്ലാവർക്കും അറിയായിരിക്കും, സിറ്റി സൈഡിലൊക്കെ റെൻറ്റ് ഭയങ്കര കൂടുതലാണ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ മാതാവിൻ്റെ ഒരു കരുതലായിരുന്നു എന്നെ അത്രയും താമസിച്ച് മാതാവ് ജോലിക്ക് കയറ്റിയത്. കാരണം അവിടെ സിറ്റിയിൽ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ, ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു റേറ്റിൽ മാതാവ് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു. അതിന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ മാതാവ് എനിക്ക് അവിടെ ഒരു താമസം ഉണ്ടാക്കിയത്. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ ജോലിക്ക് കയറി. ജനുവരിയിൽ ഞാൻ ജോലിക്ക് കയറി. പിന്നെ ഞാൻ അടുത്തത് എയിം ചെയ്തത് എനിക്ക് PR കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ മാർച്ചിൽ ഞാൻ മാർച്ചിൽ ഇട്ടപ്പോഴും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, സിറ്റിയിൽ നിന്നിട്ടാണ് നീ ഇടുന്നത്, അതും വെറും 65 പോയിൻ്റ് എനിക്കുള്ളൂ, PR നിനക്ക് ഇൻവിറ്റേഷൻ കിട്ടാൻ ഒരു ചാൻസും ഇല്ലെന്ന് എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു. കാരണം എന്നേക്കാളും പോയിൻറ്റ്സ് അവിടെ ഉള്ളവർ 95 പോയിൻറ്റ്സ് ഉള്ളവരവിടെ PR ഇൻവിറ്റേഷൻ കിട്ടാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ മാർച്ചിൽ ആപ്ലിക്കേഷൻ ഇട്ടു. പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നുമില്ല. എന്നിട്ട് ജൂൺ ആയപ്പോഴേക്കും എനിക്ക് ഇൻവിറ്റേഷൻ വന്നു. അതായത് ഞാൻ ആപ്ലിക്കേഷൻ ഇട്ട് 3 മാസത്തിനുള്ളിൽ എനിക്ക് ഇൻവിറ്റേഷൻ വന്നു. 6 മന്ത്സിനുള്ളിൽ ജോലിക്ക് കയറി 6 മന്ത്സിനുള്ളിൽ എനിക്ക് ഇൻവിറ്റേഷൻ വന്നു. അതും 190ക്ക് വേണ്ടിയിട്ട്. അവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും, സാധാരണ റീജിയണൽ വിസയാണ് അവർ കൂടുതലും കൊടുക്കുന്നത്. പക്ഷേ സിറ്റിയിലാണെങ്കിൽ കൂടിയും 65 പോയിൻറ്റ്സ് വെച്ചിട്ട് എനിക്ക് യാതൊരു റൈറ്റും ഇല്ല എനിക്ക് ആ PR ഇൻവിറ്റേഷൻ കിട്ടാനായിട്ട്. ഇൻവിറ്റേഷൻ
കിട്ടി. അത് ആ സമയത്തൊക്കെ ഞാൻ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടും ഉറച്ചു നിന്നുകൊണ്ടാണ് മാതാവിൻ്റെ അടുത്ത് എന്ത് പേപ്പർ വർക്ക്സിന് ഞാൻ എന്തിറങ്ങിത്തിരിക്കണതിന് മുമ്പും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് തൈലം വെച്ച് കുരിശ് വരച്ചാണ് ഞാൻ എൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം ഞാൻ എന്തിനിറങ്ങി തിരിച്ചോ അപ്പോഴൊക്കെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ബൈബിള് വായിച്ച് ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ചാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത് ഞാൻ ഓൺലൈനായിട്ട് ഉള്ള പത്രം ഞാൻ പ്രിൻ്റ് എടുത്ത് മാതാവിൻ്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്ത് പ്രദക്ഷിണീകരണ പ്രാർത്ഥനയെ അറ്റാച്ച് ചെയ്ത് അവിടെ ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ പള്ളികളിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഒരു ലേഡി ഞാനിങ്ങനെ അവർക്ക് കൊടുത്തു കഴിഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു, ഇത് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ഒരു പള്ളിയാണ്, മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയാണ്, ഒത്തിരി മിറാക്കിൾസ് അവിടെ നടക്കുന്നുണ്ട്, ഇതാണ് ആ മാതാവിനോടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന ചൊല്ലണം, ഇതാണ് മാതാവിൻ്റെ രൂപം എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം പറഞ്ഞാണ് എല്ലാവർക്കും പത്രം കൊടുക്കുന്നത്. അതുകൂടാതെ ഞാൻ നാളെ പത്രം കൊടുക്കാൻ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ തലേ ദിവസം ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ പത്രങ്ങളിലും തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പത്രം ഇരിക്കുന്ന വീടുകളിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണോ മാതാവ് ഈശോയും കൂടെ നടത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ആ പത്രം എല്ലാവർക്കും കൊടുത്തത്. അങ്ങനെ ഒരു ലേഡിക്ക് ഇങ്ങനെ പത്രം കൊണ്ടുപോയി കൊടുത്തു. പിന്നെ നെക്സ്റ്റ് വീക്ക് ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ലേഡി എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഞാൻ ആ പ്രാർത്ഥന നീ പറഞ്ഞ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് ഓൾറെഡി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് പറഞ്ഞു കേട്ടപ്പോൾ. പിന്നെ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ മാതാവ് മഴവില്ലായിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ പറയാനാണെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞ് തീരില്ല. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ എൻ്റെ ബ്രദറിന് ഓസ്ട്രേലിയക്ക് വരാൻ പറ്റി. അത് അവന് ഫ്രീ 1 year അക്കോമഡേഷൻ, യൂണിവേഴ്സിറ്റി 1 year ഫ്രീ അക്കോമഡേഷൻ കൊടുത്ത് 30% സ്കോളർഷിപ്പോട് കൂടിയാണ് അവന് ഓസ്ട്രേലിയയിൽ വരാൻ പറ്റിയത്. അങ്ങനെ ഒത്തിരി ഒരു 100 കോടി അല്ല മാതാവ് അനുഗ്രഹങ്ങൾ തന്നത്. ആ അനുഗ്രഹങ്ങൾ തന്നത് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാൻ ലേറ്റായി. അതിന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒന്നുകൂടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. എൻ്റെ മോളുടെ ആവശ്യത്തിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ മോളൊരു സുഖമില്ലാത്ത മോളായിരുന്നു. ഇരുന്നിടത്ത് കിടന്നിടത്ത് അങ്ങനെയുള്ളൊരു മോളായിരുന്നു. ആ മോളെ ഈശോൻ്റെ അനുഗ്രഹത്താൽ എനിക്കിങ്ങനെ നടത്തി തന്നത്. നടക്കൂലഞ്ഞ് 5 വയസ്സ് വരെ നടക്കാതെ കിടന്ന് 17 വയസ്സ് വരെ ഞാൻ എടുത്തിട്ട് കിടന്നാണ്. 17 വയസ്സ് വരെ ഞാൻ എടുത്തിട്ട് കിടന്നാണ്. പിന്നെ അച്ഛൻ പറയും പള്ളിയിൽ കൊണ്ടുവന്ന് കിടത്ത് അവിടെ കിടന്ന് ഉരുണ്ട് അവൾ നന്നാവുള്ളൂ പറയും. ഞാൻ പള്ളിയിൽ കൊണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ട് കിടത്തും. അവിടെ കിടന്ന് ഉരുണ്ടാണ് അവൾ നന്നായത്. ഇപ്പം ഇങ്ങനെയൊക്കെ നിൽക്കാനും ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ ഭക്ഷണം കഴിക്കൂലഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി 3 പിടി ഭക്ഷണമൊക്കെ കഴിച്ചാൽ അപ്പോൾ 4ാമത്തെ പിടി കൊടുക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കും. എനിക്ക് മതിയെന്ന് പറയും. അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കൂലഞ്ഞ്. അതിന് ഞാൻ എപ്പോഴും ആശുപത്രിയിൽ തന്നെയായിരുന്നു ഞങ്ങൾ. ജനിച്ചപ്പോൾ തുടങ്ങി 12 വർഷം വരെ ഞാൻ ഈ കൊച്ചിനുമായിട്ട് ആശുപത്രിയിലായിരുന്നു. ഒരാഴ്ച ആശുപത്രിയിലാണെങ്കിൽ ഒരാഴ്ച വീട്ടിലാണെങ്കിൽ 2 മാസം ആശുപത്രി, 1 മാസം ആശുപത്രി, അങ്ങനെയൊക്കെ ആയിരുന്നു. എപ്പോഴും ആശുപത്രി. പിന്നെ ഞാൻ ഇവിടെ ഫിക്സ് വരുമായിരുന്നു. ഫിക്സ് വന്ന് ഭയങ്കര ഒരു പാടായിരുന്നു. ഫിക്സ് വന്നാൽ ഞാൻ അപ്പം തന്നെ എടുത്തിട്ട് അത് പാതിരക്കാണെങ്കിലും എടുത്തിട്ട് ഓടണമായിരുന്നു. അങ്ങനത്തെ ഒരു സംഗതിയായി. പിന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അതെല്ലാം മാറി. 12 വയസ്സായപ്പോൾ അത് മാറി. ഒരു ഓപ്പറേഷൻ നടന്ന് അപ്പൻഡിക്സിൻ്റെ വയറുവേദന വന്ന് ആ ഓപ്പറേഷത്താൽ അവളുടെ ഫിക്സിൻ്റെ ഇതൊക്കെ മാറി കിട്ടി. പിന്നെ അങ്ങനെ ആശുപത്രി പോകാതെ നിന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഛർദി വരും. ഭക്ഷണം കഴിക്കാതെ നിന്ന് ഗ്യാസ് കയറിയും ഛർദിയാവും. അപ്പം ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകും. പിന്നെ ആ ഭക്ഷണം കഴിക്കാൻ കുടലി ഉരുങ്ങിപ്പോയി. അങ്ങനെ കുടലൊക്കെ മരുന്നൊക്കെ ലൂക്കോസ് മാത്രമേ കയറ്റുള്ളൂ. 7 ദിവസം 8 ദിവസം ഞാൻ ആശുപത്രിയിൽ കിടക്കും. ലൂക്കോസ് കയറ്റി അവിടെ നിന്ന് പോകാൻ എപ്പോഴും ഞങ്ങൾ ലൂർദിൽ തന്നെ ആയിരിക്കും. അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടും. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അപ്പം ഞാൻ അവിടെ കിടന്ന് ഞാൻ പ്രാർത്ഥിച്ച് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നേക്കാം. ഇവിടെ നടക്കാത്ത കൊണ്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
ഞാൻ എടുത്തുകൊണ്ട് വന്നെ. അപ്പം ഞാനിവിടെ ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ട് എൻ്റെ ഇവിടെ ഇരുത്തിയില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞേച്ചും പോയി, മാതാവ് ഈ കൊച്ച് എന്ന് നടന്നു വന്ന സമയത്ത് ഞാനിവിടെ കൊണ്ടുവരുക, അതുവരെ ഞാൻ അമ്പലമെടുത്ത് ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും വരുമെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. എൻ്റെ മകളുടെ എല്ലാ അസുഖങ്ങളും മാറി. ഇനി ഒരു കൈക്കും കാലും ശോധനക്കുറവ് മൂലം ആ ഒരു വിഷമമുണ്ട്. പക്ഷെ അത് അമ്മ മാതാവ് മാറ്റിത്തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ രണ്ടാമതായി ഞങ്ങൾക്കൊരു ഭവനമില്ലായിരുന്നു. ഒരു ചെറിയ ഭവനം പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ ഭവനം വെച്ചത് തന്നെ. ഞാനൊരു കൂലിപ്പണിക്കാരത്തിയാണ്. ഞാനൊരു വീട്ടു ജോലിക്കാണ് പോണത്. ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് സ്വരുക്കൂട്ടി കുറച്ച് സാധനങ്ങൾ മേടിച്ച് കുറച്ച് പണിയെടുത്ത് അങ്ങനെ ഒരു വീട് വെച്ച് അതിനകത്ത് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ. അത് പാമ്പിൻ്റെ ശല്യവും ഭയങ്കര ഒരു എലിയും പാമ്പിൻ്റെയൊക്കെ ശല്യമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ വന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊരു ഭവനം തന്നെ. 2024 ഞാൻ ഇവിടെ വന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട്, അമ്മേ എനിക്കൊരു ഭവനം, എനിക്ക് ചെറിയൊരു ഭവനമെങ്കിലും എനിക്ക് തരണം, തരാതെ അമ്മ പോകരുത്, ഞാൻ അമ്മേനെയും കൊണ്ടേ പോകുള്ളൂ. അമ്മ ഞാൻ എവിടെ പോയാലും അമ്മ എൻ്റെ കൂടെ ആയിരിക്കണം. അമ്മ ഇറങ്ങി വന്ന് എന്നെ സഹായിച്ച് എനിക്ക് നവംബർ 1-ാം തീയതി കല്ലിട്ടും സെപ്റ്റംബർ 1-ാം തീയതി ഞങ്ങൾക്ക് വീട് താമസത്തിന് കയറി. മെയ് 1-ന് കല്ലിട്ടും സെപ്റ്റംബർ 1-ന് കയറി. 6 മാസം കൊണ്ട് ഞങ്ങൾക്ക് വീട് ഒരുക്കി തന്ന അമ്മയ്ക്ക് വിശ്വസിക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ രോഗമെന്ന് പറഞ്ഞാൽ എൻ്റെ രോഗം നെഞ്ചുവേദന വരുമോ എനിക്കും. ഇടക്കിടക്ക് നെഞ്ചുവേദന. അങ്ങനെ ഒന്നും മരുന്നൊന്നും കഴിക്കൂല. ഉപ്പും തേനും മാത്രം ഞാൻ മരുന്നായിട്ട് കഴിക്കണം. പക്ഷേ ഒരു ദിവസം ഞാൻ 5:30 ഒരു പ്രാർത്ഥന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടിരിക്കുമ്പോൾ 3 ദിവസം മുഴുവനും നെഞ്ചുവേദനയായിട്ട് ഞാൻ പണിയെടുത്ത്. 4-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞ, മാതാവ് എനിക്ക് ഇന്നും നെഞ്ചുവേദനയുള്ള, ഞാൻ എങ്ങനെ നിന്ന് പണിയെടുക്കും എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ നെഞ്ചിനകത്ത് നിന്ന് എന്തോ ഒരു സാധനം വലിച്ചു പറിച്ചങ്ങനെ കൊണ്ടുപോയ പോലെ തോന്നി. പക്ഷെ ആ നിമിഷം എൻ്റെ നെഞ്ചുവേദന മാറി. അങ്ങനെ എൻ്റെ കാലിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് കാലുവേദനയായിട്ട് കാലുവേദന മാറി. മാതാവിൻ്റെ ഉപ്പകം പെരട്ടി എൻ്റെ കാലുവേദന മാറി. എനിക്കൊരു ഓപ്പറേഷനും വേണ്ടി വന്നില്ല. എൻ്റെ മാതാവ് എന്നെ ഒരുപാട് സഹായിച്ചു. ഞാൻ 1000 നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരുമില്ല. എൻ്റെ മാതാവ് ഇറങ്ങി വന്നാണ് എന്നെ ഇറങ്ങി വന്നാണ് എനിക്ക് ഓരോ കാര്യവും നടത്തി തന്നത്. എൻ്റെ അതുപോലെ ഞാൻ പള്ളിയിൽ എല്ലാ ദിവസം പോകുമ്പോൾ പള്ളിയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ വലത്ത് സൈഡിൽ വലയുന്ന ഒരമ്മച്ചി തുണിയും എൻ്റെ ഇവിടുത്തെ ഒരു അമ്മച്ചിനെ ഞാൻ കാണുന്നത്. ഞാൻ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സാരമില്ല മോളെ, നിൻ്റെ സങ്കടം എല്ലാം പറഞ്ഞോളെന്ന് പറഞ്ഞു. ആ പറഞ്ഞ നിമിഷം ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ആരെയും കണ്ടില്ല. അതെൻ്റെ അമ്മ മാതാവ് തന്നെയായിരുന്നു. എൻ്റെ ഈശോൻ്റെ അമ്മ മാതാവ് എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്. ഇറങ്ങി വന്നാണ് എൻ്റെ ആ വീട് വന്ന് സഹായിച്ചത്. ഇറങ്ങി വന്ന് സഹായിച്ചേക്കണേ. എനിക്ക് വെച്ചാൽ കല്ലിട്ടപ്പോൾ തന്നെ ടൈലിനും കരണ്ടിൻ്റെത് വെള്ളത്തിൻ്റെത് വാതിൽ ജനൽ എല്ലാം സ്പോൺസറായിട്ട് ഓരോരുത്തർ ചെയ്തു തന്ന് സഹായിച്ച് എനിക്ക് 6 മാസം കൊണ്ട് വീട് കയറാൻ സാധിച്ചു. പിന്നെ സഹായമായിട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു വീട്ടുകാർക്ക് ഒരു ചേട്ടന് കാലില്ല, കാല് മുറിച്ച് കളഞ്ഞ്. അപ്പോൾ ആ വീട്ടിൽ ആ ചേച്ചി പണിയെടുക്കണടുത്തെങ്കിലും അവർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. 2 കുഞ്ഞുമക്കളുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സഹായം ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ ചെയ്തു കൊടുക്കും. ഭക്ഷണമായിട്ട് എല്ലാ ഞായറാഴ്ചയും കൊണ്ടുപോയി ഒരു ദിവസത്തെ ഭക്ഷണം ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ ക്യാൻസർ രോഗികൾ വന്നാലും അവർക്ക് സഹായം ചെയ്യാറുണ്ട്. ഇത്രയും സഹായം ചെയ്ത ദൈവത്തിന് 1000 നന്ദി. പിന്നെ വചനങ്ങളാണെങ്കിലും എനിക്ക് കാണാപ്പാടം 51 സങ്കീർത്തനം 51, 54, 57 വചനങ്ങൾ കാണാപ്പാടം ചെല്ലാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ യേശയ്യ 54:2 ആ വചനം ഞാൻ എപ്പോഴും ചൊല്ലിക്കൊണ്ട് കിടക്കും. അമ്മയുടെ പ്രത്യക്ഷ പ്രാർത്ഥന അതെപ്പോഴും ഞാൻ ചൊല്ലുന്നതാണ്. അങ്ങനെ എനിക്ക് ഒരു കോടി നന്ദിയാണ് ഈശോയ്ക്ക് പറയാൻ. എൻ്റെ മോൾ പറയാനുണ്ട്, എനിക്ക് അമ്മക്ക് മുല്ലപ്പൂൻ്റെ മണം കിട്ടിയായിരുന്നു. കഴിഞ്ഞ 2-ാം തീയതി നല്ല മുല്ലപ്പൂവിൻ്റെ മണം ഞങ്ങൾ പള്ളിയിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം ഓടി വെച്ച് പറഞ്ഞു, അമ്മ നല്ല മുല്ലപ്പൂവിൻ്റെ മണമൊക്കെ കിട്ടി ഞങ്ങൾക്ക്. അങ്ങനെ ദൈവം ഞങ്ങളുടെ കൂടെ എന്നും ഞങ്ങളുടെ കൂടെ തന്നെയാണ്.
ഞങ്ങളുടെ കൂടെ തന്നെയാണ് എൻ്റെ അമ്മ മാതാവ്, എൻ്റെ ഈശോ എൻ്റെ കൂടെ നടന്നാണ് എന്നെ എല്ലാം സഹായിക്കണം. ഈശോനെ ഞാൻ ഇനി മരണം വരെ ഞാൻ ഇനി പിരിഞ്ഞു പോകാൻ തയ്യാറാണ്. ഒരിക്കലും എനിക്ക് പണ്ട് തുടങ്ങി എനിക്ക് ഈശോയുടെ അമ്മയിലും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ഈശോയെ എൻ്റെ അമ്മയെ മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ അമ്മയെന്ന് പറയാനും അപ്പനെന്ന് പറയാനും എൻ്റെ ഈശോ മാത്രമേ ഉള്ളൂ. ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു.